ഇസബല്ല ഇസബല്ല മനസ്സിൻ പൊന്തിരിയാണു നീ. ഇഷ്ടപ്പെട്ടോ? അടിപൊളി പറ. മോഹൻലാലിലേക്ക് ഇഷ്ടപ്പെട്ട പടത്തില് 3D ഒക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നോ? കാണിച്ചേ, സൂപ്പർ കാണിച്ചേ. അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. മോഹൻലാലിന്റെ അഭിനയം, ഒരു സംവിധാനം എങ്ങനെയായിരുന്നു? അടിപൊളി പറയാനുണ്ടോ? അടിപൊളി പ്രതീക്ഷിച്ചാലും ഗംഭീരമായിട്ടോ? ഗംഭീരായിരുന്നു പടം. കുട്ടികൾക്ക് മാത്രം പറ്റിയൊരു പടമാണോ? അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും കാണാൻ പറ്റുന്ന പടം തന്നെ. ക്രിസ്മസിന് കാണാൻ പറ്റിയ അടിപൊളി പടം. അതെ അതെ അതെ, ഉറപ്പായിട്ട്, തീർച്ചയായിട്ടും. സിനിമ എങ്ങനെയുണ്ട്? നല്ല പടമാണോ? മോഹൻലാലിന്റെ ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? നല്ല പടം. മോഹൻലാലിന്റെ ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ഡയറക്ഷൻ. കുട്ടികൾക്ക് മാത്രമാണോ അതോ ഫാമിലിയായിട്ട് അല്ല, എല്ലാവർക്കും കാണാം. 3D എങ്ങനെയുണ്ട്? ഗംഭീരം. ആണല്ലേ? മൊത്തത്തിൽ നല്ല പടം. ക്രിസ്മസിന് വന്നൊരു നല്ല പടം. നല്ലൊരു മൂവി. വല്ലവർക്കും കാണാം. പിന്നെ നല്ല 3D എഫക്റ്റ് ആണ് പടം. നമ്മുടെ ഈ പണ്ടത്തെ ചെറുപ്പത്തിലൊക്കെ വായിച്ച് റഷ്യൻ നാടോടി കഥകളില്ലേ, ആ ഒരു മൈൻഡോടുകൂടി സിനിമ കാണാനുള്ള രസമുണ്ട്. അങ്ങനെ അതാണ് ആ പടത്തിൻ്റെ ഇത്. നമ്മുടെ ഈ പണ്ടത്തെ ബാലരംഗയിലൊക്കെ വന്ന ഒരു കഥയില്ല, ഒരു കഥ. മേക്കിങ് കുഴപ്പമില്ല, നല്ല മേക്കിംഗ് ആണ്. സിനിമാറ്റോഗ്രാഫി നല്ലതാണ്. പിന്നെ കുറച്ച് കോമഡികളൊക്കെ ഉണ്ട് ചില സിനിമകളിലൊക്കെ, സാധനങ്ങളുണ്ട്. അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നല്ലൊരു എന്താ പറയുക, നല്ല 3D എക്സ്പീരിയൻസ് ആണ്. കുട്ടികൾക്ക് മാത്രമുള്ള എല്ലാവർക്കും കാണാം, ഫാമിലി ആയിട്ട്. തമാശയൊക്കെ ഉണ്ടോ പടത്തില്? കോമഡി ഒക്കെ ഉണ്ടോ? 3D എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സുഖമായിട്ട് ഉറങ്ങായിരുന്നു. പരീക്ഷണ ചിത്രം. പടം എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? നല്ല പടമാണോ? 3D ഒക്കെ ഇഷ്ടപ്പെട്ടോ? മോഹൻലാലിന്റെ അഭിനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടിയായിട്ട് വന്ന കൊച്ചോ? ഇസബല്ലയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് നല്ല പടമാണ്. ചേച്ചി പടം എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടൻ്റെ അഭിനയമാണ് നമ്മൾ കണ്ടത്. ഡയറക്ഷൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഗംഭീരമായിട്ടുണ്ട്. കാരണം പണ്ട് കുട്ടിച്ചാത്തനും ഓഭാവിയൊക്കെ കണ്ട് ആ ഒരു ത്രില്ല് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പടം വരികയാണ്. പടത്തിന് പോകുന്നതിന് ശേഷം ഭൂതങ്ങളെയൊക്കെ കാണുക. പിന്നെ 3D ആയതുകൊണ്ട് പേടിച്ചായിരുന്നു കണ്ടത്. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ 3D. ഇപ്പോൾ ഒരുപാട് 3D സിനിമകളൊക്കെ വരുന്നുണ്ടല്ലോ. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ വേറെ ലെവലാണ്. പിന്നെ മലയാള സിനിമയിൽ ഇതുപോലെ പരീക്ഷണങ്ങൾ ഒരുപാട് വരട്ടെ. 3D നല്ലതാണ്. ഒരുപാട് പരീക്ഷണ സിനിമകൾ വരട്ടെ. കാരണം എന്ന് വെച്ചാൽ പരീക്ഷണ സിനിമകളാണ് കൂടുതലായിട്ട് വരുന്നത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ്റെ സംവിധാന മികവ് വേറെ ലെവലാണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളും പല നാടുകളിൽ നിന്ന് വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ അവർ ഗംഭീരമായിട്ട് ചെയ്തു. കലാസംവിധാനമാണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും അതുപോലെ ക്യാമറ വർക്കാണെങ്കിലും എല്ലാം പക്കയുണ്ട്. ഗംഭീരം, അടിപൊളി. ഫാമിലിയായിട്ട് കാണാം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. കാരണം 3D പടമാണ്. കുട്ടികൾ ഒരുപാട് പേര് വരും. ഇപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമല്ലേ ഒരു കുട്ടികൾക്ക് പറ്റിയൊരു സിനിമ വരുന്നത്. അറിഞ്ഞാണ് ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്തതാണ്. ഗംഭീരം. അടിപൊളി. നല്ലായിരുന്നു. പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും, നമുക്ക് ഇഷ്ടപ്പെട്ടു. നന്നായി. നല്ല കൊച്ചായിരുന്നു. നല്ല അഭിനയം. അതെ അതെ. ലാലേട്ടൻ ആറാടിക എന്ന് തന്നെ പറയും. ഗംഭീര ട്രീറ്റ് ആണ് ലാലേട്ടൻ്റെ ഒരു നേരത്തെ മറ്റേ മരക്കാറാണെങ്കിലും മലക്കോട്ടെ വാലിപ്പിനാണെങ്കിലും അവശ്യം കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഹൈപ്പും എക്സ്പെക്ടേഷനുള്ള സിനിമയാണ്. ഒരു കുറ്റം പറയാനൊന്നുമില്ല, കുറേ പേര് കുറ്റം പറയാനുണ്ടാവും. പക്ഷേ ഈ സിനിമ നല്ലൊരു എന്താ പറയുക, കുട്ടികൾക്ക് ഉള്ള എൻഗേജ് ചെയ്യാനായിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പോൾ ടോം ആൻഡ് ജെറി ഗെയിം പോലെ കാണാൻ പറ്റുന്ന ഒരു ഫാൻറ്റസി എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. അത്യാവശ്യം 100 കോടി രൂപകളിൽ ക്ലബ്ബ് കയറാൻ പറ്റും. കാരണം ഇതൊരു മേക്കിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും വ്യത്യസ്തമാണ്. പിന്നെ ആന്റണി പെരുമ്പാവൂരിൻ്റെ അഭിനയം, പ്രൊഡ്യൂസിങ് എല്ലാം കൊണ്ട് വർക്കൗട്ട് ആയിപ്പോണ്ട്. പിന്നെ ഇസബല്ല എന്നുള്ള പാട്ടും ഗംഭീരമാണ്. കൊച്ചു നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു ഫാൻറ്റസി മോളിലൊരുക്കുന്ന സിനിമയാണ്. തിയേറ്ററിലെ എക്സ്പീരിയൻസ് ആണ്. ലാലേട്ടൻ്റെ ഫൈറ്റ് ആണെങ്കിലും അഭിനയമാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഒന്നിനൊന്ന് മികച്ചതാണ്. ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കാൻ ഇവിടെ വന്നിട്ട് ലാലേട്ടൻ്റെ പടം കാണാണ്ട് തന്നെ വന്നത്. അതിനകത്ത് ഒരു സംവിധാന രീതിയിലാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം കറക്റ്റ് നിങ്ങൾ കാണാൻ മനസ്സിലായി. ഒരു ഇംഗ്ലീഷ് പടം കണ്ടാൽ എങ്ങനെ ഇരിക്കുക, അതാണ് കാണാൻ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. കറക്റ്റ് ഇംഗ്ലീഷ് പടം പോലെ പടം ചെയ്തു വെച്ചിരിക്കുന്നത്. ഡയറക്ഷനും പൊളിയാണ്. അതിനകത്ത് അഭിനയിച്ചിട്ടെല്ലാം നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്, നല്ല മ്യൂസിക്കാണ്. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല ഈ പടം കാണാൻ പറ്റുന്നത്, എല്ലാ പ്രായക്കാരും കാണാൻ കേട്ടോ. നല്ലതായിരുന്നു കേട്ടോ. നല്ലതാണ്. നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് കാണാൻ പറ്റിയൊരു മൂവിയാണ്. പിന്നെ വെക്കേഷൻ ലോതിയൊക്കെ അല്ലേ, കുട്ടികളൊക്കെ വന്ന് കണ്ടിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. നമ്മുടെ ലാലേട്ടൻ്റെ ഡയറക്ഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ക്യാമറ കാര്യങ്ങൾ പിന്നെ മ്യൂസിക്കൊക്കെ നല്ല കേട്ടോ.
മാത്രമാണോ ഫാമിലിയായിട്ട് കാണാൻ? ഫാമിലിക്കും കാണാം, പക്ഷേ ഫാമിലിയേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. പടം നല്ല പടം, നല്ല സൂപ്പർ പടം. മോഹൻലാലിന്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ലാലേട്ടന് നല്ല അടിപൊളി ഡയറക്ഷനാണ്. ഒരു വെറൈറ്റി സബ്ജക്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് ലാലേട്ടൻ. ആദ്യമായിട്ട് സിനിമ ചെയ്യുകയാണെങ്കിലും അത് എല്ലാവിധ ജനങ്ങൾക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് മാത്രമല്ല ഫാമിലിയായിട്ട് കാണാൻ എല്ലാവർക്കും കാണാം, ഒരു ഡ്രോപ്പില്ല. ഈ സിനിമ അടിപൊളിയായിട്ട് കാണാം, എല്ലാവർക്കും സുഖമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ല അടിപൊളി സിനിമയാണ്. ബാറോസിൻ നീ നായകൻ നീ ലാലേട്ടൻ നീ ഒരു നായകൻ